ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ അധികം വലിച്ചു നീട്ടില്ലാണ്ട് കാര്യങ്ങളങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ RRB PO മെയിൻസിൻ്റെയും RRB ക്ലർക്ക് പ്രിലിംസിൻ്റെയും റിസൾട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, എനിക്ക് RRB PO മെയിൻസ് കിട്ടിയില്ലായിരുന്നു. ആൻഡ് എനിക്ക് ആക്ച്വലി എനിക്കതിൽ സങ്കടമൊന്നും തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ആ ടൈമിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ 11ൻ്റെ ചടങ്ങ് അന്ന് ആയിരുന്നു. ആൻഡ് അന്ന് രാവിലെയാണ് ഞാൻ പോയി എക്സാം എഴുതാൻ പോയത്. അല്ലാണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തന്നെ ഓരോ കാര്യങ്ങളായിട്ടിങ്ങനെ ഫാദർ ഇൻ ലോ ആക്സിഡൻ്റായി മരിച്ചു. ദെൻ ഫാദർ ഹോസ്പിറ്റലൈസ്ഡായി. ദെൻ അച്ഛൻ്റെ മരണം. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ സെപ്റ്റംബർ മുതൽ ഞാൻ ഒന്നും പഠിക്കുന്നില്ലായിരുന്നു. സോ RRB PO പ്രിലിംസ് കിട്ടിയതാണല്ലോ എന്ന് കരുതി പോയി എഴുതിയതാണ്. കിട്ടിയില്ല. ബട്ട് 90 അടുത്ത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. ഇനി മാർക്സ് വരുമ്പോൾ അറിയാം എത്രയാണ് മാർക്സ് കിട്ടിയെന്നുള്ളത്. ദെൻ കമ്മിങ് ടു RRB ക്ലർക്ക് പ്രിലിംസ്, ഇന്നാണ് അതിൻ്റെ റിസൾട്ട് ഔട്ടായത്. അത് എനിക്ക് തോന്നുന്നു 70 അടുത്താണ് അറ്റംപ്റ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. അത് എൻ്റെ തന്നെ തെറ്റാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്ട് പോയി എക്സാം എഴുതി. ബട്ട് എനിക്ക് കിട്ടിയില്ല. അഥവാ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ പോയി അറ്റൻഡ് ചെയ്യുകയുമില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, സോ എനിക്ക് RRB ക്ലർക്ക് പ്രിലിംസും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ RRB PO മെയിൻസ് കിട്ടിയവർക്കും RRB ക്ലർക്ക് പ്രിലിംസ് കിട്ടിയവർക്കും എൻ്റെ മെനി കൺഗ്രാജുലേഷൻസ്. അപ്പോൾ RRB PO മെയിൻസിനൊക്കെ വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ബാച്ചസൊക്കെ ഇപ്പോൾ RRBയുടെ തന്നെ യൂണിയനുകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സോ അതിലൊക്കെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കിട്ടിയവർ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫെബ്രുവരി 1 മെയിൻസ് വന്നിരിക്കുന്നത്. വളരെ കുറവ് ടൈം മാത്രമേ ഉള്ളൂ. സോ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.